ഹായ്, എല്ലാവർക്കും സ്വാഗതം. സ്ട്രീറ്റ് സ്റ്റൈൽ പാനിപൂരി വീട്ടിലെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ക്രിസ്പി പൂരി, പൊട്ടറ്റോ ഫില്ലിംഗ്, സ്വീറ്റ് ചട്നി, സ്പൈസി ഡിപ്പ് ഇതെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ കടല ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അധികം തരിയില്ലാത്ത റവയാണ്. അധികം തരി തോന്നുവാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം. റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം ഓയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അല്പം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊരു ടൈറ്റ് മാവായിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ചപ്പാത്തിക്കൊക്കെ ഉള്ളതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കരുത്. പൂരി നല്ല പഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ടൈറ്റ് മാവായിട്ട് കുഴച്ചെടുക്കാൻ പറയുന്നത്. തൊട്ട് നോക്കുമ്പോൾ ഒരല്പം ബൗൺസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നനഞ്ഞ തുണി വെച്ച് നമുക്കത് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഫില്ലിങ്ങും ചട്നിയൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഒരു 3/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം നമ്മൾ സ്പൈസി ചട്നിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ സമയം നമുക്ക് കടലയൊക്കെ വേവിച്ച് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയുടെ ഇല, മല്ലിയുടെ കുറച്ച് തണ്ടും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ പുതിനയാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഹാഫ് ആയിട്ട് എടുക്കാം. ഒരു 2 പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അല്പം വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന പുളിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ പൊടിച്ച ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി. എനിക്ക് ഈ ഒരു എരിവ് കറക്റ്റാണ്. വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ ഒരു 2 പിഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്വീറ്റ് ചട്നിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് പാനിപൂരിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് സ്വീറ്റ് ചട്നിയാണ്. നിങ്ങൾക്ക് സ്പൈസി ചട്നിയാണോ സ്വീറ്റ് ചട്നിയാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡേറ്റ്സ് അങ്ങനെ പൊതുവെ എല്ലാവരും ചേർക്കാറില്ല. പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഒരു 6-7 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാം. ഒരു 4-5 മിനിറ്റൊക്കെ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കര, ഡേറ്റ്സിൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 2 നുള്ളി ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടി, ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. 2 ചട്നിയും തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഒരു പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും. ഫില്ലിങ്ങിന് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കടലയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചിലർ മസാലയിൽ തന്നെ കുറച്ച് ഗ്രീൻ ചട്നി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് എടുക്കുക. കിച്ചൺ മാറ്റിലാണ് പരത്തിയെടുക്കുന്നത്. കുറച്ച് മൈദ ഒന്ന് വിതറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. കോയിൻ്റെയൊക്കെ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പരത്തി വെച്ചത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഒരു നനഞ്ഞ തുണിയും കൊണ്ട് കവർ ചെയ്ത് വെക്കുക. ആ സമയം നമുക്ക് ബാക്കിയും കൂടെ പരത്തിയെടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവണം. ഞാൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടരുത്. ഞാനിപ്പോൾ 1-2 ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പൂരി നല്ല തിളച്ച എണ്ണയിലിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ നമുക്കത് കോരി മാറ്റിയെടുക്കാം. ഞാൻ അറ്റ് എ ടൈം 2 പൂരിയൊക്കെയാണ് മാക്സിമം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ സൈസും ചെറിയ സൈസും പൂരി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു 30-35 എണ്ണം വരെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ബൂന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്. സ്ട്രീറ്റ് സ്റ്റൈൽ എഫക്റ്റ് ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ബൂന്തിയും കൂടെ പ്രിപ്പയർ ചെയ്യുന്നത്. 1/4 കപ്പ് കടലമാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ അല്പം വെള്ളം ഒഴിച്ച് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കുക. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല കേട്ടോ. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ഹോൾസ് ഉള്ള സ്പൂണിലേക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒന്ന് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂന്തി പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അസംബിൾ ചെയ്യാം. 2 ചട്നിയും ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി നമുക്ക് ആ ബൂന്തി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചട്നിയിലിട്ട് ഇട്ട് കൊടുക്കാം. സെർവ് ചെയ്യാൻ നേരത്ത് പൂരി ഒന്ന് ചെറുതായിട്ട് ക്രാക്ക് ചെയ്യുക. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക.
ഇതിന്റെ കൂടെ കടല വേണമെന്ന് നിർബന്ധമില്ല. പൊട്ടറ്റോ മാത്രമായാലോ ഗ്രീൻ പീസോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിന്റെ മുകളിലേക്ക് സ്വീറ്റ് ചട്നി ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഈ സ്വീറ്റ് ചട്നിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഗ്രീൻ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് ഒറ്റ വായിൽ കഴിക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ പാനിപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്റ്റോറും ചെയ്യാം. ചെറിയ സൈസിൽ ചെയ്തെടുത്തതാണിത്. ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലിയ സൈസ് തന്നെയാണ് നല്ലത്. ഫുൾ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഹൈജീൻ കൺസേൺസ് കാരണം ഇനി പാനിപൂരി കഴിക്കാതിരിക്കണ്ട. അപ്പോൾ പാനിപൂരി ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ.